നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വാ വാ വാ, നിങ്ങൾ നേരത്തെ ആണല്ലോ. വേറെ ആരെയും ക്ഷണിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരുക്കങ്ങൾ നടത്താൻ ആരുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളും സഹായിക്കാൻ കൂടാമെന്ന് കരുതി. അതിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇവൻ വന്നൊരു മോതിരം ഇട്ടാ മാത്രം മതി. വാ കാണിച്ചു തരാം. വാ. വാ വാ, കണ്ടു നോക്ക്. എങ്ങനുണ്ട്? കൊള്ളാം കൊള്ളാം. കേറി വേണം. എങ്ങനുണ്ട് ഗൗരി? ഓ, ഞങ്ങളെ ഈ അലങ്കാരപ്പണികളൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അമ്മേ, നമുക്ക് ചടങ്ങ് നടത്തിയാലോ? ജോത്സര് വന്നില്ലല്ലോ മോനെ. അയാൾ എന്തിനാ അമ്മേ കാത്തിരിക്കുന്നേ? ഈ കല്യാണം നമ്മൾ എന്തായാലും നടത്തും. പിന്നെ അയാൾക്ക് ജാതകം നോക്കിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ എന്ന് മാത്രം. അതും അമ്മയുടെ മനസമാധാനത്തിന് മാത്രം. എന്നാ പിന്നെ വൈകിക്കണ്ട, ഞാൻ മഹിമയെ വിളിക്കാം. ആളെത്തിയല്ലോ. എന്നാ പിന്നെ നമുക്ക് ആ ചടങ്ങ് നടത്താല്ലേ? ആയിക്കോട്ടെ. എവിടെ പോയി കിടക്കുവാ? ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവും. കൈ നീട്ടുമോളെ. എന്താ മോളെ? എനിക്ക് വക്കീലിനോടൊരു കാര്യം സംസാരിക്കണം. ഇത്രയും ദിവസം സംസാരിക്കാൻ സമയം കിട്ടിയതല്ലേ? ഈ അവസാന നിമിഷം എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? കുറച്ച് പേഴ്സണലാ. വിഷയം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴേ സംസാരിക്കുന്നതന്നെ നല്ലത്. ഇതെന്താ ഇവളി ചെയ്യുന്നത്? എനിക്കറിയില്ല അമ്മ. അവള് ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോയതായിരിക്കും. ഇന്നത്തെ പിള്ളേർ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സമയമോ സന്ദർഭമോ ഒന്നും നോക്കി നിൽക്കില്ല, അപ്പൊ തന്നെ അങ്ങ് ചോദിക്കും. അതൊരു നല്ല ശീലമാണെന്ന എന്റെ അഭിപ്രായം. ഇനി അവൾക്ക് വല്ല മനമാറ്റവും സംഭവിച്ചോ മോളെ? അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ. അങ്ങനെ ഉറപ്പിക്കൊന്നും വേണ്ട. എനിക്ക് അപ്പോഴേ തോന്നിയതാ, അഭിയെ പോലെ കാശുള്ള ഒരുത്തനെ വേണ്ടെന്ന് വെച്ചിട്ട് മഹിമ മുകുന്ദനെ പോലൊരു ദരിദ്രവാസിയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന്. എന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നേ? നിങ്ങൾ കല്യാണം നിശ്ചയിക്കുന്നതിന് മുമ്പ് അവളോട് ചോദിച്ചോ? അവൾക്ക് സമ്മതമാണെന്ന് നിങ്ങൾ ഊഹിച്ചതല്ലേ? മഹിമ നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. നല്ല മനസ്സ് മാത്രം കണ്ട് മുകുന്ദനെ കല്യാണം കഴിച്ച് സ്വന്തം ജീവിതം പാഴാക്കാൻ അവള് തയ്യാറല്ല. അഭിയെ കെട്ടി കാനഡയിലേക്ക് പോകാനാ അവൾ ആഗ്രഹിക്കുന്നത്. ബാനു, നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി നിന്റെ മോളുടെ വായിന്ന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വാക്ക് വീണ ഇവളുടെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. അമ്മ, നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് സംസാരിക്കുന്നത് കണ്ടോ? വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ തന്നെ വേണം നിനക്ക് ഈ വിഷം ചീറ്റാൻ, അല്ലേ? ബാക്കിയുള്ളവരുടെ മാനസികാവസ്ഥയെ കുറിച്ചെങ്കിലും നിനക്കൊന്ന് ചിന്തിച്ചൂടെ? അതെങ്ങനെയാ? അതിനൊക്കെ ഇത്തിരി മനസാക്ഷി വേണം. ഇനി ഈ ചടങ്ങ് തീരുന്നത് വരെ നീ വായ തുറക്കരുത്.
മഹിമയ്ക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിരുന്നു. അത് കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയില്ല. മഹിമയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് വേറെ ആരും അറിയില്ല. ഇതെൻ്റെ വാക്കാ. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിൽ മഹിമയ്ക്ക് എന്തെങ്കിലും വീണ്ടും വിചാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ. തനിക്കൊരു കുറ്റം വരാത്ത രീതിയിൽ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കോളാം. എനിക്ക് വക്കീലിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഞാൻ മരിക്കുന്നത് വരെ അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷേ ഞാനിപ്പോ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാ. ഇപ്പൊ എന്നെ കല്യാണം കഴിച്ച അതെല്ലാം വക്കീലിനെ ബാധിക്കും. അങ്ങനെ ഒരു ദ്രോഹം അറിഞ്ഞുകൊണ്ട് വക്കീലിനോട് ചെയ്യാൻ എനിക്ക് കഴിയില്ല. മഹിമയുടെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറ. അത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പരിഹരിക്കാം. താൻ ഒറ്റക്കല്ല. തൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളാ. വക്കീലിനോടെല്ലാം തുറന്നു പറയുന്നത് തന്നെയാ നല്ലത്. എന്റെ കൂടെ നിന്നില്ലെങ്കിലും വേണ്ടില്ല, എന്നെ ഒഴിവാക്കി പോവുമെങ്കിലും ചെയ്യുമല്ലോ. വക്കീല് നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ. വക്കീല്, ഞാൻ ഹലോ. എന്താ രണ്ടുപേരും കൂടി പുറത്തുനിന്നൊരു സംസാരം? ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? അല്ല, ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഇവൻ നിശ്ചയത്തെ പറ്റി എങ്ങനെയാ അറിഞ്ഞത്? ഇനി ഇവൻ എന്തൊക്കെ പ്രശ്നമാണോ ഉണ്ടാക്കാൻ പോകുന്നത്? എന്തുപറ്റി? രണ്ടുപേരും ഭയങ്കര സീരിയസ് ആണല്ലോ. ഒന്ന് ചിരിക്കുന്നേ. നല്ലൊരു ദിവസമായിട്ടാണോ മുഖം അങ്ങനെ വെറുപ്പിച്ച് വെച്ചിരിക്കുന്നേ? റിലാക്സ് മുകുന്ദ. നീ എന്താടാ ഇവിടെ? അതെന്തൊരു ചോദ്യം ഗിരിയേട്ടാ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ നിശ്ചയത്തിന് ഞാൻ വരാതിരിക്കോ? അതും അവൾ പ്രത്യേകം ക്ഷണിച്ച സ്ഥിതിക്ക്. നീ ഇവനെ ക്ഷണിച്ചോ മോളെ? ആ കണ്ടോ? അല്ല, നിങ്ങളെന്താ എല്ലാവരും ഇങ്ങനെ പുറത്ത് നിൽക്കുന്നേ? അകത്തല്ലേ ചടങ്ങ്? വാ പോവാ. നിങ്ങൾ കയറിക്കോ, ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്. ഉണ്ടോ മഹിമേ? മുകുന്ദനെ നിനക്ക് ഇഷ്ടമാണെന്ന് നീ തന്നെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ ഇപ്പൊ ഒരു സംസാരം? ഇനി ചടങ്ങ് കഴിഞ്ഞിട്ടൊക്കെ സംസാരിച്ചാ പോരെ? മതി. ആ എന്നാ വാ വാ, നമുക്ക് നിശ്ചയം കളറാക്കണ്ടേ? വാ. വൈകി വന്നെങ്കിലും നല്ല കലക്കൻ എൻട്രി ആയി. ഇവൻ ഈ നിശ്ചയം എന്തായാലും കൊളവാക്കും. ഇവൻ എന്തിനാ ഇപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? മഹിമ അവനെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ മീതെ എപ്പോഴും ഒരു കണ്ണ് വേണം. ഇവൻ എന്തോ ഒരു പ്രശ്നം ഒപ്പിക്കാനാണോ വന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, മഹിമ എന്തിനാ ഇവനെ ഇങ്ങനെ പേടിക്കുന്നത്? അറിയില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പ്രശ്നം എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാം. ഈ ചടങ്ങുകളൊക്കെ കഴിയുമ്പോ നീ സമാധാനമായിട്ട് മഹിമയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാ മതി. വാ.